തിരുവനന്തപുരത്ത് നിന്ന് നിർബൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ, ഒപ്പം തന്നെ മുന്നണികളുടെ ഒരു അനൌദ്യോഗിക പ്രതീക്ഷകളൊക്കെ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നിർബൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലെ മുന്നണികളുടെ കണക്കുകളെക്കുറിച്ച് പറയാനായിട്ട്. ഇന്നിപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കണക്ക് കൂട്ടലിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ടോ? എന്താണ് അവരുടെ പ്രാഥമിക പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും മനു, സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളൊക്കെ എടുത്താൽ എല്ലാവരുടെയും ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ തന്നെ പല വിധത്തിൽ വ്യക്തമാകുന്നുണ്ട്. കാരണം 23 ദിവസം നീണ്ടുനിന്ന ശക്തമായ പ്രചരണം, അത് കഴിഞ്ഞിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രകടനാത്മകമായി തന്നെ എല്ലാവർക്കും അതിൻ്റെ ഏത് മുന്നണിക്കാണ് മുൻതൂക്കമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ വിപുലമായ കൊട്ടിക്കലാശം, അതിനുശേഷം മുന്നണികളുടെ നേതാക്കളുടെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസത്തെ അവകാശവാദങ്ങൾ, അതിനുശേഷം വോട്ടെടുപ്പ് നടക്കുന്നു. വോട്ടെടുപ്പിന് ശേഷം ശതമാനത്തെ കണക്കിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായി. വലിയ തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു. പക്ഷേ അതിൻ്റെ വസ്തുത നമുക്ക് പോളിംഗ് അവസാനിപ്പിച്ച് മറ്റ് വിശകലനം, ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണവും 2021 2026 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമായി. അത് ആണ് അല്പം മുമ്പ് കമലേഷ് റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിൽ തന്നെയുള്ളത്. അത് നേരത്തെ തന്നെ പലതരത്തിലുള്ള വിലയിരുത്തൽ വന്നതാണ്. അതിൻ്റെ കണക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവ് എന്ന് പറയുന്നത് SIR-ന് ശേഷം നിഷ്ക്രിയമായിട്ടുള്ളതും മരണപ്പെട്ടതും ഒപ്പം തന്നെ ഇരട്ട വോട്ടുകൾ, ഒരു സ്ഥലത്ത് തന്നെ ഒരേ മണ്ഡലത്തിൽ തന്നെ സ്ഥലം മാറിപ്പോയ ശേഷവും അതേ മണ്ഡലത്തിൽ വോട്ട് കിടക്കുക, അയാൾ തൊഴിൽ സംബന്ധമായോ താമസം മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുമ്പോൾ അവിടെ വോട്ടുണ്ടാകുക, ഒരിടത്തായിരിക്കും വോട്ട് പോൾ ചെയ്യുക. സ്വാഭാവികമായും ആകെ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എണ്ണത്തിൽ അയാളും അവിടെ വോട്ടറായി ഉണ്ടാവും, പക്ഷേ വോട്ട് ചെയ്യുക ഒരു മണ്ഡലത്തിലായിരിക്കും. അങ്ങനെ ഇരട്ട വോട്ട്, ഇങ്ങനെയുള്ള നിഷ്ക്രിയമായ സ്ഥിരമായി വോട്ട് ചെയ്യാത്ത ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തുപോയ, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും വോട്ടവകാശം നിർവഹിക്കാത്ത ഒരു വിഭാഗം, അങ്ങനെ നിഷ്ക്രിയമായ വോട്ടുകൾ അടക്കമുള്ള ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാത്ത ഒരു വിഭാഗം, അത് ചെറിയൊരു ന്യൂനപക്ഷമാണ്. അങ്ങനെ മരണപ്പെട്ടവരടക്കം ഇരട്ട വോട്ടുകളടക്കമുള്ള ഒരു വലിയ ലിസ്റ്റാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. അത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. അതായത് 1400 1300 ഒക്കെ വോട്ടുള്ള ബൂത്തുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ 60% 65%. അത് കാരണമെന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ ജവഹർ നഗർ ഈ പറയുന്ന തിരുവനന്തപുരത്തെ കവടിയാർ മണ്ഡലം, ആ കവടിയാർ മണ്ഡലത്തിൽ തന്നെ വളരെ വലിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ അംഗങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വോട്ടെടുപ്പ് നടന്നപ്പോൾ 60%-ന് താഴെ, 65% എൻ്റെ ഓർമ്മ, താഴെയാണ് പോളിംഗ് നടന്നത്. നമ്മളത് അന്വേഷിക്കുമ്പോൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് വന്ന് കുടിയേറി പാർത്ത സർക്കാർ ജീവനക്കാരെ പലരുടെയും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്. അവരെല്ലാം ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ശേഷം, വിരമിച്ച ശേഷമൊക്കെ തന്നെ ഇവിടെ നിന്ന് വീട് മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടേഴ്സ് പട്ടികയിൽ അവരുടെ പേര് അതേ മണ്ഡലത്തിൽ തന്നെ, അതേ വാർഡിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫിൽട്ടറിംഗ് ഈ പൂർണ്ണമായി പരിശോധിച്ച് ഈ നിഷ്ക്രിയമായ വോട്ടുകളൊക്കെ ഒഴിവാക്കിയ ശേഷമുള്ള ഒരു ലിസ്റ്റാണ് SIR-ന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണികളുടെ ശക്തമായ പ്രചരണവും ഒപ്പം തന്നെ വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാനുള്ള ചിട്ടയായ പ്രവർത്തനവും കാരണം പോളിംഗ് ശതമാനത്തിൽ സ്വാഭാവികമായ വർധനവുണ്ടായി. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും സംബന്ധിച്ച് ആകെ വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ വർധനവ് ഉണ്ടായിട്ടുമില്ല. ആകെ 71 മണ്ഡലങ്ങൾ, കേരളത്തിലെ ആകെ 140-ൽ 71 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും വോട്ടർമാരുടെ എണ്ണം ആകെ 2021-നെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുമുണ്ട്. അതാണ് പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ സ്വാധീനമായി പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവോ കുറവോ ബാധിക്കുമെന്ന് മുന്നണികൾ പ്രാഥമികമായി കണക്ക് കൂട്ടുന്നില്ല. അത് മാത്രമല്ല, മാധ്യമങ്ങൾ പറയുന്നത് പോലെ അത് ഏതെങ്കിലും ഒരു തരംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂചനയോടെയോ പ്രതിഫലനമല്ല ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ്. അത് ഈ പറയുന്നത് പോലെ ഈ SIR-ന് ശേഷമുണ്ടായ വോട്ടർ പട്ടിക ചുരുങ്ങിയത് കൊണ്ട് മാത്രമുള്ള ഒരു കണക്കാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ശതമാനത്തിലുണ്ടാകുന്ന നേരിയ വർധനവ് അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അത് വലിയ തരത്തിൽ ഒഴുക്കാണ്, വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ വലിയ കുതിച്ചുകയറ്റം മുന്നേറ്റമുണ്ടായി എന്ന പലതരത്തിലുള്ള പ്രചരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ആ ഒരു വ്യത്യാസം കൊണ്ട് വലിയ തരംഗമോ വലിയ തരത്തിലെ മുന്നേറ്റമോ അവകാശപ്പെടുന്ന ഒരു മുന്നണിക്കും ആ അവകാശവാദം വസ്തുതാപരമായി ശരിയല്ല എന്നതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം, മുന്നണികൾ ബൂത്തടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളും മുന്നണിയിലും കൊടുത്ത കണക്കുകൾ പരിശോധിച്ച് വരുന്നതേയുള്ളൂ. UDF അതിൻ്റെ പ്രാഥമികമായ പരിശോധന പോലും ആരംഭിച്ചിട്ടില്ല.
സ്ഥാനാർത്ഥികൾ നൽകിയിട്ടുള്ള അവരുടെ ആത്മവിശ്വാസങ്ങളാണ് പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പേഴ്സണലായി പലരും നമ്മളോട് പറഞ്ഞത്. പക്ഷേ നേരത്തെ മനു പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ പോളിംഗ് ശതമാനം കണ്ട് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 100 സീറ്റിൻ്റെ അവകാശവാദം വീണ്ടും ഉന്നയിക്കുകയും നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കും എന്ന അവകാശവാദം നേരത്തെ തന്നെ വി ഡി സതീശൻ ഉന്നയിക്കുന്നതാണ്. അതേ അവകാശവാദം യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. യു ഡി എഫിൻ്റെ സൈബർ ഹാൻഡിലുകൾ വിവിധ മണ്ഡലങ്ങളുടെ കണക്കനുസരിച്ചിട്ടൊരു പട്ടിക തന്നെ തയ്യാറാക്കി പലരും പ്രസിദ്ധീകരിക്കുന്നതും പലരും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ട്. പക്ഷേ അതിൽ വസ്തുതയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ബൂത്തടിസ്ഥാനത്തിലോ മണ്ഡലാടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മുന്നണിക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് ബൂത്തടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ ഇതുവരെ യു ഡി എഫ് ആരംഭിച്ചിട്ടില്ല. കോൺഗ്രസ് അത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചില്ല. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ശേഖരണം തുടരുകയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതുകൊണ്ട് ഇതിൻ്റെ കണക്ക് വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിർബൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന കണക്കുകളൊന്നും ശേഖരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ മണിക്കൂറിൽ തന്നെ 100 സീറ്റുകൾ കിട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിൻ്റെ വസ്തുത എന്താണ്? ആ പ്രഖ്യാപനത്തിന് പിന്നിലെ കാര്യം എന്താണ്? തീർച്ചയായും നേരത്തെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കിയെടുത്തൊരു നരേഷനുണ്ട്. ആ നരേഷനിലാണ് യു ഡി എഫ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ അണികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം നിരന്തരം തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഇത് പറയുന്നത്. കാരണം 100 സീറ്റ് കിട്ടുമെന്ന് അവസാന ഘട്ടം വരെ പറയുക, തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളിലെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളിലെല്ലാം പലതരത്തിലുള്ള സർവേകൾ വഴി ഭരണമാറ്റം എന്നത് അലയടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള നരേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് പലരുമായി നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഈ മാധ്യമങ്ങളുടെ സർവേ അടക്കമാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം എന്ന കാര്യം ഉറപ്പാണ്. അവർ തന്നെ പറയുന്നുണ്ട്. ചില മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ ഈ പറയുന്ന പോളിംഗ് ശതമാനത്തിൽ വന്ന വർധനവ് എന്നവർ കണക്കാക്കുന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞ വർധനവ് എന്ന് കണക്കാക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ചില സമുദായങ്ങളിൽ നിന്ന് ഈ ചില പോളറൈസേഷൻ ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാ തവണയും യു ഡി എഫ് കരുതുന്ന ഒരു കണക്കുണ്ട്. ഒരു കുത്തുമതിപ്പിനിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത് പോലെ ഒരു കണക്കുണ്ട്. ആ ഒരു വട്ടക്കണക്കനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ മണ്ഡലാടിസ്ഥാനത്തിൽ LDF, UDF, BJP എന്ന് തരംതിരിക്കുകയോ ഭരണത്തിന് അനുകൂലമായും ഭരണത്തിന് പ്രതികൂലമായും സ്ഥാനാർത്ഥിക്ക് അഡ്വാൻറ്റേജായും സ്ഥാനാർത്ഥിക്ക് ഡിസഡ്വാൻറ്റേജായും എങ്ങനെയൊക്കെയാണ് വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുക, ഓരോ മണ്ഡലത്തിനെയും പ്രത്യേകം ക്രമീകരിച്ച് വിലയിരുത്തും. ഓരോ മണ്ഡലം ഇപ്പോൾ പാറശാല മണ്ഡലത്തെ പരിശോധിക്കുന്ന പോലെ തിരുവനന്തപുരം ജില്ലയിൽ തൊട്ടടുത്തുള്ള നെയ്യാറ്റിൻകര മണ്ഡലത്തെയും അടുത്തുള്ള കാട്ടാക്കട മണ്ഡലത്തെയും പരിശോധിക്കാൻ പറ്റില്ല. അതിനടുത്തുള്ള അരുവിക്കര മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വേറൊന്നാണ്. നെടുമങ്ങാട് വന്ന ആ ചിത്രം മുഴുവൻ മാറി. അപ്പോൾ അങ്ങനെ മണ്ഡലാടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളെയും പട്ടിക അനുസരിച്ച് ക്രമപ്പെടുത്തുകയും അതിനനുസരിച്ച് വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയുണ്ടായി, ഓരോ പ്രദേശത്തെ വോട്ടിംഗ് സംവിധാനമുണ്ട്. ചിലയിടത്ത് പോളിംഗ് ശതമാനം കൂടുമ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള ഒഴുക്ക്, ഏതെങ്കിലും തരത്തിലുള്ള സാമുദായികപരമായിട്ടുള്ളൊരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിലയിരുത്തിയാൽ മാത്രമേ ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായി ഒരു വിവരങ്ങളെങ്കിലും നമുക്ക് പരിശോധിച്ചെടുക്കാൻ കഴിയും.